ചിക്കു, നിനക്കൊരു വിചാരമുണ്ട്. നീ ഇതുവരെ എന്നോട് കളിച്ചതിൽ എല്ലായിടത്തും നീ ജയിച്ചു എന്ന്. പക്ഷേ നീ അറിയാതെ പോയ സത്യമാണ് നീ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നത്. അന്ന് നീ ഞങ്ങൾ ന്യൂയോർക്കിലുള്ളപ്പോൾ വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ? അത് നിന്റെ കണ്ണനും കേട്ടിരുന്നു. സോ ഞങ്ങൾ ഇവിടെ വന്ന നിന്റെ കള്ളം പൊളിക്കുന്നതിന് വേണ്ടി രണ്ടായി പിരിഞ്ഞു. അവൻ നിന്റെ ഒപ്പം കൂടണം എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ നീയായി കുഞ്ഞിൻ്റെ റീസണും പറഞ്ഞു കണ്ണനിലേക്ക് വന്നു. സോ ഞങ്ങളുടെ പ്ലാൻ എളുപ്പമായി. അന്ന് മുതൽ നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞുകൂടിയത്. അല്ലാതെ ഞാനും കണ്ണനും തെറ്റിയിട്ടില്ല. ഇവിടുന്ന് ബന്ധം കാണിക്കരുത് എന്നും നേരിട്ടുള്ള യാതൊരുവിധ ചർച്ചയും വേണ്ടെന്നും എപ്പോഴും എന്നോട് കലിപ്പിട്ട് ഞാനും അവന് തെറ്റിയിട്ടുണ്ട് എന്ന് നിന്നെ ബോധിപ്പിക്കുകയുമായിരുന്നു ഞങ്ങൾ. ചാറ്റ് വഴി ഞങ്ങൾ എപ്പോഴും സംസാരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ അവസാനിക്കേണ്ട ദിവസം തന്നെ എല്ലാം തകിടം മറിഞ്ഞു. കുഞ്ഞ് മരിച്ചതോടെ ഞാൻ കണ്ണനിൽ നിന്ന് യാഥാർത്ഥ്യമായി അകന്നുകൊണ്ടിരുന്നു. കുഞ്ഞു പോയ വിഷമം മാറ്റാനായി കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കാനാണ് ഞാനിപ്പോൾ ഇറങ്ങിയത്. പക്ഷേ ഞാൻ പോവില്ല. എൻ്റെ അസുരനെ തനിച്ചാക്കി പോവാൻ എനിക്ക് പറ്റില്ല. പിന്നെ നീ ഇനിയും കള്ളങ്ങൾ മെനഞ്ഞുകൂട്ടി എന്നെ പുറന്തള്ളാം എന്ന് വിചാരിക്കേണ്ട. നിന്റെ ഭർത്താവും തന്തപ്പിടിയും ജയിലിൽ കയറി. അല്ലല്ല, അവരെ ഞാൻ ജയിലിൽ കയറ്റിച്ചു എന്ന് പറയുന്നതാ ശരി. അവർ ജയിലിലായോണ്ടാ കഴിഞ്ഞ ദിവസം മുതൽ നീ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കാതിരുന്നേ. എന്താ അവർക്ക് മേൽ ചുമത്തിയ കേസ് എന്നറിയോ? നിന്നെ ഇരുവരും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഒരിക്കൽ നിന്നെ കൊല്ലാൻ ശ്രമം നടത്തിയെന്നും വൃത്തികേടായി അവർ നിന്നോട് പെരുമാറിയെന്നും നിന്നെ പീഡിപ്പിച്ചെന്നും കേസെടുക്കണമെന്നും അന്ന് തലനായികക്ക നീ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്നും നിന്റെ ഫോണിൽ നിന്ന് ഞാൻ പോലീസിന് മെസ്സേജ് അയച്ചു. ആൻഡ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞു ഞാൻ എൻ്റെ നമ്പർ സെൻഡ് കൊടുത്തു. ചാറ്റ് ക്ലിയർ ചെയ്തു. മൂപ്പര് വിളിച്ചു. ഞാൻ കരഞ്ഞോരോന്ന് പറഞ്ഞ് കേസ് സ്ട്രോങ് ആക്കി അവർ ജയിലിലേക്ക് യാത്ര അയച്ചു. കോടതിയും കേസുമായി നടക്കേണ്ടി വന്നില്ല. കാർത്തിയേട്ടൻ്റെ ഫ്രണ്ട് വഴി അവരെ പേരിൽ തെളിയിക്കപ്പെടാത്ത കേസുകൾ വരെ ചുമത്തി ജയിൽവാസം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് കേൾക്കെ ഞെട്ടി പണ്ടാരമടങ്ങി നിൽക്കുകയാണ് അവരെല്ലാം. ഒന്ന്, കണ്ണനും ആദ്യം തെറ്റിയിട്ടില്ല എന്ന സത്യം അവർക്കൊന്നും അറിയില്ലായിരുന്നു. രണ്ട്, ശിതികക്ക് ഭർത്താവ് എന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ കല്യാണം കഴിഞ്ഞത് അവരാരും അറിഞ്ഞിരുന്നില്ല. ശിതികയുടെ ഭർത്താവോ? നീ എന്തൊക്കെയാ ആദ്യ പറയുന്നേ? ഹാ, ശിതികയുടെ ഭർത്താവ്. പേരെന്തോ ശ്രീഹരി എന്നെങ്ങാനാണ്. അവൻ്റെ കുഞ്ഞായിരുന്നു അവളുടെ വയറ്റിലുണ്ടായിരുന്നേ, അല്ലേ ശിതിക? ആദ്യം ചോദിക്കുന്നത് കേട്ട് എല്ലാം ആദ്യം അറിഞ്ഞോ എന്ന ഭയത്തിലാണ് ശിതിക. അവളുടെ മുഖത്ത് നിറഞ്ഞ ഭയം കാണെ ആദ്യം അവളെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ചു. നീ ടെൻഷൻ അടിക്കേണ്ട ചിക്കു, ഞാനെല്ലാം അറിഞ്ഞു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഒരിക്കൽ നീ കുളിക്കാൻ കയറിയപ്പോൾ നിൻ്റെ വാട്സപ്പ് എൻ്റെ ഫോണിലേക്ക് ലിങ്ക് ചെയ്ത് വെച്ചിരുന്നു ഞാൻ. സോ നീ വാട്സപ്പിൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്കറിയാലോ. അങ്ങനെ ശ്രീ എന്ന നമ്പറിലേക്കും ഡാഡ് എന്ന നമ്പറിലേക്കും നീ നിരന്തരം മെസ്സേജ് അയക്കുന്നതും അവരുടെ റിപ്ലൈ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിലൂടെ എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. അത്രയേ ഉള്ളൂ. നാളെ ശിതികയുടെയും ശ്രീയുടെയും സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതാഘോഷിക്കാൻ പെട്ടിയും കിടക്കെ എടുത്ത് നാട്ടിലേക്ക് വന്ന നിൻ്റെ ഡാഡിനെയും കെട്ടിയോനെയും ഈ നാട്ടിൽ വെച്ചാണ് ഞാൻ ജയിലിൽ കയറ്റിയത്. പുന്നാര മോള് അവർ ഫോൺ എടുക്കാതെ മോൾക്ക് സർപ്രൈസ് ഒരുക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുകയല്ലേ? സാരല്ല, പോട്ട്. ആദി ശിതികയുടെ ഷോൾഡറിൽ ഒന്ന് തട്ടി പുച്ഛിച്ച് ചിരിച്ച് കണ്ണൻ്റെ മുൻപിലേക്ക് നിന്നു. ചെക്കനാകെ കിളി പാറി നിൽക്കുകയാണ്. ശിതികയുടെ കല്യാണം കഴിഞ്ഞെന്നും 2 വർഷമായെന്നും അവൻക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അസുര, സോറി. എന്തിനാ ചോദിച്ചാ, നീ പറഞ്ഞതനുസരിക്കാതെ ഈ പ്രശ്നം ഇത്ര നീട്ടിക്കൊണ്ടുപോയതിന്. അന്ന് നീ പറഞ്ഞ പോലെ ശിതികയുടെ മോന്തക്കിട്ട് 4 പൊട്ടിച്ച് സത്യാവസ്ഥ പറയാൻ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതൊരുമാതിരി എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കളിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുപോയി. ഇനി ഇങ്ങനൊന്നും വേണ്ട. അഭിനയിക്കാൻ പോലും നമുക്ക് പിണങ്ങേണ്ട. എന്നും എപ്പോഴും ഒരുമിച്ച് നിന്ന് എന്ത് പ്രശ്നവും നേരിടാൻ നോക്ക്. ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് ശിതികയെ ഓടിച്ചു വിട്ടിട്ട് കുഞ്ഞിൻ്റെ കാര്യം നിന്നോട് പറയാമെന്നും അപ്പോഴേ നിനക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്നും ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ കുഞ്ഞിനെക്കുറിച്ച് നിന്നോട് പറയാതിരുന്നേ. പക്ഷേ വിധി ഇങ്ങനെയൊക്കെ നടക്കാനായിരുന്നു. സാരല്ല, പോട്ടെ. എല്ലാം വിധിയാണെന്ന് വിശ്വസിച്ച് ആശ്വാസം കണ്ടെത്താം. ആദ്യം പറഞ്ഞത് കേൾക്കെ കണ്ണൻ ആദിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇരുവരുടെയും മനസ്സിൽ അവരുടെ ആദ്യത്തെ പൊന്നോമന ജനിക്കും മുൻപേ മരണത്തെ പുൽകിയത് ഓർത്ത് വല്ലാത്തൊരു കനലെരിയുന്നുണ്ടേലും സ്വയം ആശ്വസിപ്പിച്ചും പരസ്പരം ആശ്വസിപ്പിച്ചും സമാധാനം കണ്ടെത്തി. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടായിരുന്നു ഇരുവരിലും. അതില്ലാതിരിക്കില്ലല്ലോ. സ്വന്തം കുഞ്ഞല്ലേ മരിച്ചുപോയത്. അതും പോരാഞ്ഞു ആദ്യത്തെ കൺമണിയും. ആദ്യമായി അമ്മയാവാനൊരുങ്ങിയ ആദിക്ക് അതിന് സാധിക്കാതെ വന്നില്ലേ. അതോർക്കെ അവരുടെ ഹൃത്ത് വല്ലാതെ വേദനിച്ചു.
ശരിക്കും ഇവിടെ എന്തുവാ നടക്കുന്നേ? കണ്ണേട്ടൻ ശരിക്കും ആരെയാ സ്നേഹിക്കുന്നത്? ശിതികയ്ക്ക് വേറെ കെട്ടിയോണ്ടോ? ശിതികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് കണ്ണേട്ടൻ്റെ അല്ലേ അപ്പോൾ? ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്നോ? എന്നിട്ടെന്തേ ആരോടും പറയാതിരുന്നേ? ഞാൻ ഈ ചോദിച്ചതിനൊക്കെ ഒരു മറുപടി തരുമോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതുകൊണ്ട് ചോദിക്കുക. ഏതുവകെ കിളി പാറി കണ്ണനെയും ആദിയെയും നോക്കി. നിനക്കൊന്നും മനസ്സിലാവാത്തത് അവിടെ നിൽക്കട്ടെ. ഈ കള്ളക്കുരിപ്പ് ആദിയെ ഞാനിന്ന് കൊല്ലും. ഹേ, അപ്പോൾ ഇത്രയും കാലം നീ കണ്ണീര് പൊഴിച്ചത് ഈ കിണാപ്പൻ നിന്നോട് മിണ്ടാത്തതന്നെ അല്ലാലേ? എന്നൊരു വാക്ക് പറയാ. നീ കാരണം ഞാനൊക്കെ എന്തോരം വട്ടം കണ്ണനെ പ്രാഗിക്കറിയോ? നിങ്ങൾ കെങ്കേമമായി അഭിനയിക്കുമ്പോൾ ഞങ്ങളോട് ഒരു വാക്ക് പറയായിരുന്നു. അതൊക്കെ അഭിനയത്തിൻ്റെ ഭാഗമായിരുന്നു. അല്ലാതെ ഞാൻ ഹാപ്പി നടന്ന ശിതികയ്ക്ക് ഡൗട്ട് അടിക്കൂലേ? അല്ല, ആരാ ഈ പ്ലാൻ കൊണ്ടുവന്നത്? ഞാൻ തന്നെയാ. അസുരൻ കുറേ പറഞ്ഞതാ ഈ പ്ലാൻ വേണ്ടെന്ന്. ബട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്ന് പറഞ്ഞ് അവനെക്കൊണ്ട് സമ്മതിപ്പിച്ചതായിരുന്നു ഞാൻ. എന്നിട്ട് അവസാനം ഇതിങ്ങനെയൊക്കെ ആയി. ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ വിധിച്ചിട്ടില്ലായിരുന്നു. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അസുരൻ എന്നെ അത്രമേൽ പ്രണയിക്കുന്നുണ്ട്. വേറെ എന്തില്ലേലും മരണം വരെ ആ സ്നേഹം മാത്രം മതി എനിക്ക്. ആദ്യ കണ്ണൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പറഞ്ഞത് കേൾക്കെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴും അവൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നീറ്റലുണ്ടായിരുന്നു. താൻ കാരണം തൻ്റെ കുഞ്ഞ് പോയല്ലോ എന്നൊരു വിങ്ങൽ അവനിൽ തങ്ങി നിന്നു. അതന്നെ, ഇനി രണ്ടുപേരും അതൊക്കെ മറന്ന് നല്ലപോലെ ജീവിക്കാൻ നോക്ക്. എന്നാലും ഫീലായി ആദി, ഫീലായി. നീ ഞങ്ങളെ ചതിച്ചില്ലേ? ഒരു വാക്ക് പറയാറുന്നു നിങ്ങൾ തെറ്റിയിട്ടില്ല, തെറ്റിയതായിട്ട് അഭിനയിക്കാണ് എന്ന്. അങ്ങനെയെങ്കിൽ അഭിനയിക്കാൻ ഞങ്ങളും കൂടുമായിരുന്നു. ഷാദി മൂക്ക് വലിച്ച് സങ്കടം കാണിച്ച് പറഞ്ഞത് കേൾക്കെ ആദിയൊന്ന് ചിരിച്ചു. സോറി. ശരിക്കെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ന്യൂയോർക്കിലുള്ള സമയം അസുരൻ്റെ ഫോണിലേക്ക് വിളിച്ച ശിതികയുടെ കോൾ അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു. അന്ന് നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഇരുവരെയും അകറ്റും എന്ന് ഭീഷണിപ്പെടുത്തിയതായിരുന്നു ശിതിക. അന്ന് ഫോൺ ബെല്ലടിഞ്ഞപ്പോൾ കണ്ണനോട് യദുവാണെന്ന് പറഞ്ഞാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഞാൻ ഫോൺ ചെയ്യുന്നതൊക്കെ കറക്റ്റ് കണ്ണൻ കേട്ടിരുന്നു. അന്നാണ് കണ്ണൻ ശിതികയുടെ ചെറ്റ സ്വഭാവം അറിയുന്നത്. ശിതിക പറഞ്ഞത് കേൾക്കെ കലിപ്പ് കയറിയ കണ്ണനോട് അവളുടെ ഉദ്ദേശം കൃഷ്ണപുരവും അവിടുത്തെ സ്വത്തുക്കളുമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും കണ്ണൻ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണൻ അറിയുന്ന ശിതിക ഒരു പാവമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും ഒരു ഗെയിം കളിച്ചാലോ? ശിതികയുടെ എല്ലാ കള്ളത്തരവും നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും അസുരനും പിരിഞ്ഞതും ഈ കൃഷ്ണപുരം തറവാട്ടിലേക്ക് വന്നതുമൊക്കെ. ശിതികയ്ക്ക് ഇവിടെയാണ് വേണ്ടതെങ്കിൽ ഇവിടെ അവളെ എത്തിച്ചാൽ എല്ലാം എളുപ്പമാവും എന്നെനിക്ക് തോന്നി. അന്നേ എൻ്റെ പ്ലാൻ വേണ്ടെന്നും ശിതികയ്ക്കിട്ട് 2 എണ്ണം പൊട്ടിച്ച് അവളോട് കാര്യം ചോദിച്ചാൽ സത്യം പറയുമെന്നൊക്കെ കണ്ണൻ പറഞ്ഞിരുന്നു. ബട്ട് ഞാനത് വില വെച്ചില്ല. എങ്ങനെ വന്നാലും രണ്ടാൾക്കും പിരിഞ്ഞതായി അഭിനയിച്ച് ശിതികയുടെ കള്ളത്തരം പൊളിക്കണമെന്നത് എനിക്ക് നിർബന്ധമായിരുന്നു. കണ്ണൻ ഒരുപാട് പറഞ്ഞു. അവനെക്കൊണ്ട് എന്നെ അകറ്റി നിർത്തി ശിതികയ്ക്കൊപ്പം പോകാൻ കഴിയില്ല എന്നും എപ്പോഴും എൻ്റെ ഒപ്പം അവൻക്ക് നിൽക്കണമെന്നൊക്കെ. പക്ഷേ ഞാനതിന് സമ്മതിച്ചില്ല. കുഞ്ഞിൻ്റെ കാര്യം അറിഞ്ഞിട്ടും ഞാനത് പറയാതിരുന്നേ. ആ പേരും പറഞ്ഞു ഈ പ്ലാൻ അവൻ കുളമാക്കും എന്ന് തോന്നിയിട്ടാ. എന്നിട്ടിപ്പോൾ ഞങ്ങളുടെ കൊച്ചു പോയിരിക്കുന്നു. അതേക്കുറിച്ചോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. ബട്ട് ഞാനെന്ന് കണ്ണനോട് കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിരുന്നേ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്താ ആദി നീ പറയുന്നേ? ആ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നേ നിനക്ക് നിൻ്റെ അസുരൻ്റെ ഒപ്പം ജീവിക്കാൻ കഴിയുമായിരുന്നു. ഒരു പക്ഷേ 2 ജീവനും നഷ്ടപ്പെട്ടിരുന്നേ കണ്ണന് പിന്നെ ആരാ ഉണ്ടാവുക? അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട. ആ കുഞ്ഞ് എന്തൊക്കെ വന്നാലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. സോ ഇപ്പോഴേ പോയതിൽ വിഷമിക്കണ്ട. ജോചായൻ പറഞ്ഞത് കേൾക്കെ ആദ്യം ഒന്ന് മൂളിക്കൊടുത്തു കണ്ണനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. കണ്ണൻ്റെ കൈകളും അവളെ വലയം ചെയ്തിരുന്നു. ആദിയുടെ ആഗ്രഹമനുസരിച്ച് ശിതികക്കൊപ്പം നിന്ന് ആദിയെ വേദനിപ്പിക്കുന്ന തരം അഭിനയിക്കുമ്പോൾ തന്നെ ഹൃത്തിൽ എന്തോ ഒരു വേദന അനുഭവപ്പെട്ടിരുന്നു. അതിലേക്ക് ആദി റിയലായി അകന്നതും താനാകെ ഇല്ലാതായ പോലെ തോന്നി. ആദിയുടെ അകൽച്ച അത്രമേൽ തന്നെ വേദനിപ്പിച്ചിരുന്നു. അത് അഭിനയത്തിന് വേണ്ടി അകന്നപ്പോഴും അല്ലാതെ അകന്നപ്പോഴും. എന്തുകൊണ്ടാണ് ആദിയെ താൻ ഇത്രമേൽ പ്രണയിച്ചത് എന്ന് തനിക്കറിയില്ല. പക്ഷേ ആദിയെ കണ്ണൻ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട്. അസുരൻ്റെ നിലക്കാത്ത പ്രണയമാണ് അവൾ. കുടുംബത്തിനും കുടുംബപ്പേരിനുമെല്ലാം വാല്യൂ കൊടുത്ത കണ്ണന് ആദിക്ക് കുടുംബമോ കുടുംബമഹിമയോ കുടുംബപ്പേരോ ഒന്നുമില്ലാത്തത് ഒരു പ്രശ്നമായി തോന്നിയില്ല. അവൻ്റെ കണ്ണിൽ ആദി മാത്രമായിരുന്നു. അവളെയായിരുന്നു അവൻ പ്രണയിച്ചത്. അവളുടെ ബാക്ക്ഗ്രൗണ്ട് അവനൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആദിയെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തിയവൻ അവളുടെ മൂർത്താവിലായി ചുംബിച്ചു. ശിതിക ആകെ ശശിയായി ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നു.
വീട്ടുകാരാണേൽ കാണികളായി ഇവിടെ അരങ്ങേറുന്നത് നോക്കിക്കാണുന്നു. മുത്തച്ഛനും യദുവും സരിതയും ഷാദിയും ജോച്ചായനും കാർത്തിയും ഒരു ഇളം പുഞ്ചിരിയോടെ ആദിയും കണ്ണനും ചേർന്ന് നിൽക്കുന്നത് നോക്കിക്കണ്ടു. അവരിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും തോന്നി. കാർത്തിയുടെ മേഖലയിൽ എവിടെയോ ചെറിയൊരു നനവ് പടർന്നിരുന്നു. അത് സന്തോഷ കണ്ണീരായിരുന്നു. ആദിയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞതിൻ്റെ സന്തോഷ കണ്ണീര്. നീലിമാകെ ഹാലിളകി നിൽക്കുകയാണ്. ആദിയും കണ്ണനും ചേർന്ന് നിൽക്കുന്നത് മൂപ്പത്തിയാർക്ക് അത്ര കണ്ട് പിടിക്കുന്നില്ല. ക്ഷമയുടെ അങ്ങേയറ്റം കഴിഞ്ഞതും ഒരു ഭദ്രകാളിയെപ്പോലെ നീലിമ മുന്നോട്ട് വന്നു ആദിയെ പിടിച്ചു. കണ്ണനിൽ നിന്ന് അകറ്റിയതും എല്ലാവരും നീലിമയെ നോക്കി. സത്യം പറഞ്ഞ ആദിയെ തന്നിൽ നിന്ന് അകറ്റിയത് കണ്ട് കണ്ണന് നല്ല പോലെ ദേഷ്യം വന്നിട്ടുണ്ട്. പിന്നെ മമ്മയാണല്ലോ ചെയ്തേ എന്നോർത്ത് തല്ലാതിരിക്കാണ്. ആദ്യം ഒന്നും പറയാതെ നീലിമയെ തന്നെ നോക്കി. തന്നെ അവർക്കും അവരുടെ കെട്ടിയോനും വീട്ടുകാർക്കും ഒന്നും ഇഷ്ടമല്ല. ആകെ ഈ വീട്ടിൽ തന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അത് മുത്തച്ഛനും യദുവും അസുരനും പിന്നെ സരിതേച്ചിയുമാണ്. തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ തനിക്ക് നെഗറ്റീവായിട്ട് നീലിമ കണ്ണനോട് എന്തെങ്കിലും പറയും എന്ന ഉറപ്പോടെ ആദ്യം നിന്നു. കണ്ണാ, നിനക്കെന്താ വട്ടാണോ? നീ ആരാണെന്ന ചിന്ത നിനക്കുണ്ടോ? നീ കൃഷ്ണപുരം തറവാട്ടിലെ രാജകുമാരനാണ്. പക്ഷേ ആദിത്യയോ? അവൾ തെരുവിൽ ജനിച്ച പെണ്ണാ. അതും ജനിപ്പിച്ച തന്ത ആരെന്ന് പോലും അറിയാത്തവൾ. തെരുവിൽ ജീവിച്ചപ്പോൾ ആരൊക്കെയുടെ തള്ളയുടെ ശരീരം കാർന്നു തിന്നെന്നും അതിൽ ആരെ കുഞ്ഞായി നിൽക്കുന്നത് എന്നും പറയാൻ പറ്റൂല. മമ്മ നിർത്തിയേക്ക്. ആദിത്യ ഇത്രയും കാലം ആരായിരുന്നു എന്നോ അവളുടെ പാസ്റ്റ് എന്താണെന്നോ എനിക്കറിയണ്ട. അവളിപ്പോൾ അർണവ് കൃഷ്ണയുടെ ഭാര്യയാണ്. അതായത് കൃഷ്ണപുരം തറവാട്ടിലെ ഒരു അംഗം. അവളുടെ വീട് ഇതാണ്. ആദിത്യയുടെ കുടുംബപ്പേരാരെങ്കിലും ചോദിച്ചാൽ മമ്മക്ക് ധൈര്യമായി പറയാം, എൻ്റെ മരുമകൾ കൃഷ്ണപുരം തറവാട്ടിലെ മകളാണെന്ന്. ആദിത്യൻ്റെ ഭാര്യ എന്നതിലുപരി നിങ്ങളുടെ മരുമകൾ എന്നതിലുപരി ഇവിടുത്തെ മകളാണെന്ന്. എന്നെ എങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നോ അതുപോലെ ആദിത്യയെയും നിങ്ങൾ സ്നേഹിക്കണം. അല്ലാതെ അവളെ തെരുവിൽ ജനിച്ച പെണ്ണായി നിങ്ങൾ കണക്കാക്കേണ്ട. അവൾ അർണവ് കൃഷ്ണയുടെ ഭാര്യയാണ്. അവൾക്ക് ഈ വീട്ടിലെ എല്ലാവിധ അധികാരവും ഉണ്ട്. ഞാൻ ഈ കുറച്ച് ദിവസം ആദ്യം നിന്നകന്നു ശിരിക്കൊപ്പം നിന്നപ്പോൾ നിങ്ങളുടെ സന്തോഷം ഞാൻ കണ്ടു. എൻ്റെ പെണ്ണിനെ നിങ്ങളിടയ്ക്ക് കുത്തി നോവിക്കുന്നത് ഞാൻ കണ്ടു. ഇതുവരെ ഞാൻ ക്ഷമിച്ചത് നിങ്ങൾ നോക്കണ്ട. ഇനി മേലിൽ നിങ്ങൾ എൻ്റെ ആദിയെ വേദനിപ്പിച്ച നിങ്ങൾ എൻ്റെ മമ്മയാണെന്ന കാര്യം ഞാൻ മറക്കും. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച അതാരായാലും ശരി, അവരുടെ കണ്ണന് ഒരിക്കലും പുറക്കില്ല. എൻ്റെ ആദിയെ വേദനിപ്പിച്ചതിന് അവരെ തിരികെ വേദനിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. പപ്പയോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളും എൻ്റെ ആദിയോട് ദേഷ്യപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദിയെ വലിച്ച് തന്നോട് ചേർത്ത് നിർത്തി കണ്ണൻ പറഞ്ഞത് കേൾക്കെ നീലിമയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ദേഷ്യം ഇവിടെ വില പോകില്ലെന്നറിയാവുന്നത് കൊണ്ട് അവൾ ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് ദേഷ്യത്തെ കൺട്രോൾ ചെയ്തവൾ കണ്ണനെ നോക്കി. മോനെ കണ്ണ, ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിലാക്ക്. ഈ ആദിത്യ നിന്റെ ജീവിതം നശിപ്പിക്കും. ഇപ്പോൾ തന്നെ നീ കണ്ടില്ലേ, നിന്റെ പേരിൽ വരേണ്ടിയിരുന്ന സർവ്വസ്വത്തും അവൾ മുത്തച്ഛൻ എന്തോ പറഞ്ഞ് പറ്റിച്ചൊക്കെ കൈക്കലാക്കി. അതുപോലെ എൻ്റെ കുഞ്ഞിനെ അവൾ മയക്കിയെടുത്തതാ. നീ അവളിലേക്ക് അടിമപ്പെട്ടു പോകല്ലേ മോനെ. ആദ്യത്തെ നമ്മളെ പറ്റിച്ച് നമ്മുടെ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കാൻ നടക്കുകയാണ്. നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തേ? പിന്നെ അവളൊരു വേശ്യയാണ്. നീ കണ്ടിട്ടില്ലേ എപ്പോൾ യദുവിൻ്റെയും ഷാദിയുടെയും ജോയിൻ്റെയും പിന്നെ ഈ കാർത്തിയുടെ കൂടെയും അവൾ നടക്കുന്നത്? അതൊക്കെ അവളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. അവൾ അത്രയ്ക്ക് തരം താഴ്ന്ന പെണ്ണാ മോനെ. ആർക്ക് വേണേലും കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞാൽ അവൾ കിടന്നു കൊടുക്കും. കാരണം അവളൊരു തെരുവ് പെണ്ണാ. അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. നീലിമ വലിച്ചു നീട്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കെ ആദ്യം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കണ്ണൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കുറച്ചുനേരം നിന്നെങ്കിലും അവരുടെ സംസാരം നിർത്തുന്നില്ല എന്ന് കണ്ടതും കൈവീശി അവൻ നീലിമയുടെ മുഖത്തെ കാഞ്ഞു തല്ലി. മമ്മ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത്രയും ഞാൻ സഹിക്കുകയും ചെയ്തു. എന്നിട്ടും അമ്മ ചോദിച്ചു വാങ്ങിയത് ഈ തല്ല്. എനിക്കറിയാം അമ്മയെ തല്ലാൻ പാടില്ല എന്ന്. പക്ഷെ അമ്മ ഇത് ചോദിച്ച് മേടിച്ചതാ. പപ്പയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ മമ്മക്ക് സഹിക്കുമോ? ഇല്ലല്ലോ. മമ്മയെക്കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ പപ്പക്കും സഹിക്കൂല. അതുപോലെയാ എൻ്റെ ഭാര്യയെ ആരെങ്കിലും പറഞ്ഞാലോ വേദനിപ്പിച്ചാലോ എനിക്കും സഹിക്കില്ല. മമ്മക്കുള്ള ഫൈനൽ വാണിംഗ് ആണിത്. ഇനിയും ആദ്യം നിങ്ങൾ വേദനിപ്പിച്ച എൻ്റെ തനി ഗുണം നിങ്ങൾ അറിയും. പിന്നെ എൻ്റെ മമ്മയാണ് നിങ്ങളെന്ന് പോലും ഞാൻ മറക്കും. എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് അടങ്ങി നിന്നോളി. ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ആദിയെ നോക്കാലോ വാക്കാലോ പ്രവർത്തിയാലോ ആരെയും വേദനിപ്പിച്ച കണ്ണൻ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല. ആദിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കണ്ണൻ പറഞ്ഞത് കേൾക്കെ നീലിമയിൽ ദേഷ്യം വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഒരിക്കലും കണ്ണൻ്റെ പെണ്ണായി ആദി വരരുത് എന്നവൾ ആഗ്രഹിച്ചു. എങ്ങനെയെങ്കിലും ആദിയെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്നുറപ്പിച്ചവൾ ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു.
അപ്പോൾ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ആരോട് വേണേലും പ്രതികരിക്കാൻ അറിയാം അല്ലേ അർണവ് കൃഷ്ണ? ഞാൻ കരുതി ആദ്യയുടെ കാര്യത്തിൽ നീ അത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന്. ഇപ്പം എനിക്ക് തൃപ്തിയായി. അത്രയും നേരം നിശബ്ദനായി എല്ലാം ശ്രദ്ധിച്ചു നിന്ന കാർത്തി കണ്ണനെ നോക്കി പറഞ്ഞു. കാർത്തിയുടെ സംസാരം തനിക്ക് നേരെയാണെന്ന് അറിയാമെങ്കിലും കണ്ണൻ അങ്ങോട്ട് വലിയ മൈൻഡ് കൊടുത്തില്ല. തൻ്റെ പെണ്ണിനോട് കാർത്തി അടുത്തിടപഴകിയത് കണ്ണൻ അത്ര കണ്ടുപിടിച്ചിട്ടില്ല.